വെങ്കട്ട് രാംജി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് അതിവിശേഷ്, റെജീന കസാൻഡ്ര, നവീൻ ചന്ദ്ര, മുരളി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 2019 ഓഗസ്റ്റ് 15 തിയേറ്ററുകളിൽ റിലീസായ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലർ തെലുങ്ക് സിനിമയാണ് എവരു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കിടിലം ത്രില്ലർ. ഓറിയോൾ പൗലോയുടെ 2016 പുറത്തിറങ്ങിയ സ്പാനിഷ് ചിത്രമായ ദി ഇൻവിസിബിൾ ഗസ്റ്റിൻ്റെ റീമേക്കാണ് ഈ സിനിമ. വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരിയാണ് സമീറ. തന്നെ ബലാത്സംഗം ചെയ്ത DSP അശോക് കൃഷ്ണയെ വെടിവെച്ച് കൊല്ലുന്നു. ഈ കേസ് അന്വേഷിക്കാനായി അഴിമതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ വിക്രം വാസുദേവ് എത്തുന്നതും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് എവരു എന്ന സിനിമ പറയുന്നത്. ഇത്രയും ട്വിസ്റ്റുകളുള്ളൊരു സിനിമ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് സിനിമയിൽ മൊത്തത്തിൽ. തെലുങ്ക് സിനിമ ആയതുകൊണ്ട് തന്നെ ഭാഷാ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതൊക്കെ മറികടക്കാൻ സാധിക്കും വിധമാണ് സംവിധായകൻ സിനിമ എടുത്തു വച്ചേക്കുന്നത്. പിന്നെ സബ് ടൈറ്റിലിൻ്റെ സഹായവും തേടാം. മികച്ച സ്ക്രിപ്റ്റിൻ്റെയും ആക്ടിങ്ങിൻ്റെയും ബലത്തിൽ വെങ്കട്ട് രാംജി ഒരുക്കി വച്ചേക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലർ സിനിമയാണ്. ചിത്രത്തിൽ വിക്രം വാസുദേവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി അതിവിശേഷ്, സമീറ എന്ന ക്യാരക്ടറിൽ റെജീന കസാൻഡ്ര, DSP അശോക് കൃഷ്ണയായി നവീൻ ചന്ദ്ര, അഭിഭാഷകൻ ബാനർജിയായി വിനയ് വർമ്മ, വിനയ് എന്ന ക്യാരക്ടറിൽ മുരളി ശർമ്മ എന്നിവരാണ് എത്തുന്നത്. ധാരാളം മറ്റ് കഥാപാത്രങ്ങളും സിനിമയിലെത്തുന്നുണ്ട്. സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്നതിനാൽ മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ച് യാതൊന്നും തന്നെ പറയുന്നില്ല. സിനിമയിലെ പ്രകടനങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് റെജീന കസാൻഡ്രയും അതിവിശേഷുമാണ്. റെജീനയുടെ വേറെ ലെവൽ പെർഫോമൻസാണ് സിനിമയിലുടനീളം. നവീൻ ചന്ദ്രയുടെയും വിനയ് വർമ്മയുടെയും മുരളി ശർമ്മയുടെയും ഒക്കെ പെർഫോമൻസുകളും മികച്ചു നിൽക്കുന്നു. സിനിമ കഥ പറയാനെടുക്കുന്ന സമയം 2 മണിക്കൂറിൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ സിനിമ വളരെ എൻഗേജിംഗ് ആണ്. എടുത്തു പറയാൻ സാധിക്കാത്ത ചില കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങളും നന്നായിരുന്നു. അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. തിരക്കഥയിൽ എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച സംഭവിച്ചാൽ പ്രേക്ഷകന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സബ്ജക്റ്റ് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പോൾ വി പോട്ട്ലൂരി, പരം വി പോട്ട്ലൂരി, കവിൻ ആനി എന്നിവർ ചേർന്നാണ്. ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത് അബൂരി രവിയാണ്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പച്ചപ്പുരുസുവാണ്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഗ്യാരി BH ആണ്. സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീചരൺ പകലയാണ്. തെലുങ്ക് സിനിമ ആയതിനാൽ ഭാഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന കാരണത്താൽ നിങ്ങൾ ഈ സിനിമ കാണാതെ ഇരുന്നാൽ നഷ്ടമാകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലർ സിനിമയായിരിക്കും. മികച്ച കഥയുടെയും തിരക്കഥയുടെയും പ്രകടനങ്ങളുടെയും മികവിൽ എവരു എന്ന സിനിമ മികച്ച ത്രില്ലർ സിനിമകളുടെ മുൻപന്തിയിൽ തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 2019 ഇറങ്ങിയ സിനിമ ആയതിനാൽ ധാരാളം ആളുകൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാകും. കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു ത്രില്ലർ സിനിമയാണ് എവരു. IMDb ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 8.1 ഔട്ട് ഓഫ് 10 ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.